വനത്തിൽ കൊണ്ടുപോയി കളഞ്ഞവരിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ട് കാണുമോ? അവരിൽ ആരെങ്കിലും തന്നെ ആയിരിക്കുമോ കൊലയാളി? ഇത് തീർച്ചയാക്കാൻ വീണ്ടും അവർ വനത്തിലേക്ക് പോകുന്നു. അവരുടെ കണക്കുകൂട്ടൽ ശരിയാകുമോ? ഒരാളെങ്കിലും രക്ഷപ്പെട്ട് കാണുമോ? കൊലയാളി എന്ന ക്രൈം നോവലിൻ്റെ 27ാം ഭാഗം. ഓഡിയോ ആവിഷ്കാരം, രചനയും അവതരണവും ഇമ്മാനുവൽ. മഹേന്ദ്രൻ വീരൻ്റെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും ആദ്യം ഒരു പ്രാവശ്യം മുഴുവനും റിങ് ചെയ്ത് കട്ടാവുകയാണ് ഉണ്ടായത്. അത്തരമൊരു അനുഭവം ഇതിനു മുൻപും ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് മഹേന്ദ്രൻ അതിൽ പ്രത്യേകം ഒന്നും തോന്നിയില്ല. നിരാശനാവാതെ വീണ്ടും അതേ നമ്പറിൽ തന്നെ ഡയൽ ചെയ്തു. ഇപ്രാവശ്യം റിങ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ ഫോൺ എടുത്തു. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? സംസാരിക്കുന്നത് വീരനല്ലേ? നമ്മൾ ഇന്ന് പകൽ അവിടെ വെച്ച് കണ്ടതല്ലേ? എനിക്കൊരാവശ്യമുണ്ട്. ആവശ്യമല്ല, അത്യാവശ്യം. അക്കാര്യം പറയാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നയാൾ ഇന്നിവിടെ വെച്ച് കൊല്ലപ്പെട്ടു. ചീട്ടുകളിക്കിടയിലുണ്ടായ തർക്കമാണ് കാരണം. തർക്കം നടക്കുന്നതിനിടയിൽ മറുവശത്തുണ്ടായിരുന്നവൻ അയാളെ കത്തി കയറ്റുകയാണ് ഉണ്ടായത്. അയാൾ ആരാണെന്നൊന്നും ഞങ്ങൾക്കാർക്കും അറിയില്ല. അല്പം മുമ്പാണ് സംഭവം. അയാളുടെ ഫോണിലേക്ക് ആരെങ്കിലും വിളിച്ചെങ്കിൽ വിവരമറിയാം എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. സംഭവ സ്ഥലം കർണാടകത്തിൻ്റെ അധികാരപരിധിയിലുള്ളതാണ്. അതുകൊണ്ട് അവിടുത്തെ പോലീസിൽ നിന്നുമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഫോൺ എടുത്തതെന്ന് മഹേന്ദ്രന് മനസ്സിലായി. പരസ്പരം പരിചയപ്പെടുത്തിയതിന് ശേഷം വിളിച്ചതിൻ്റെ കാര്യം മഹേന്ദ്രൻ അങ്ങോട്ട് പറഞ്ഞു. ഉദ്ദേശിച്ച കാര്യം നടക്കില്ല എങ്കിലും എന്തിനാണ് വിളിച്ചതെന്ന് അറിയിക്കണമല്ലോ. കൊല്ലപ്പെട്ടയാളെ തനിക്കറിയാമെന്ന് പറഞ്ഞതോടൊപ്പം വീരൻ്റെ കുടുംബത്തെപ്പറ്റി തനിക്കറിയാവുന്ന അത്രയും കാര്യങ്ങൾ മഹേന്ദ്രൻ ആ ഉദ്യോഗസ്ഥന് കൈമാറി. വീരൻ്റെ വീടുള്ള സ്റ്റേഷൻ പരിധിയിലെ സബ് ഇൻസ്പെക്ടറുടെ നമ്പറും കൊടുത്തു. എന്താണെങ്കിലും സംഭവം നടന്നത് അവരുടെ സ്റ്റേഷൻ പരിധിയിലാണല്ലോ. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കേസും അന്വേഷണവുമായി മുന്നോട്ട് പോവുക കർണാടക പോലീസ് തന്നെ ആയിരിക്കും. അതവർ നോക്കട്ടെ. വേണ്ട സഹായം പറ്റുമെങ്കിൽ ചെയ്യാം. പിന്നെ മഹേന്ദ്രൻ കൊടുത്ത വിവരങ്ങൾ അവരുടെ വീട്ടുകാരെ അറിയിക്കാനും മറ്റ് നടപടികൾ പൂർത്തിയാക്കാനും വേണ്ടിയാണ്. ഒരു പരസ്പര സഹായം മാത്രം. മഹേന്ദ്രന് തെല്ല് നിരാശ തോന്നുന്നതായിരുന്നു അന്ന് നടന്ന സംഭവം. കരിങ്കുണ്ട് വനം പരിശോധിക്കുമ്പോൾ വീരൻ കൂടെയുണ്ടായിരുന്നു എങ്കിൽ ഉപകാരമുണ്ടാകുമായിരുന്നു. കൃത്യമായി ചാക്കുകെട്ടുകൾ ഇട്ട സ്ഥലം മനസ്സിലാക്കാൻ തൻ്റെ അറിവിൽ വീരനല്ലാതെ ആരും ബാക്കിയില്ല. ഇപ്പോൾ വീരനുമില്ല. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. വീരനെ കൊലപ്പെടുത്തിയത് വെറും ഒരു തർക്കത്തിൻ്റെ പരിണതഫലമാണോ? അതോ തങ്ങളുമായി വിവരങ്ങൾ പങ്കുവച്ചതിന് ആരെങ്കിലും അയാളെ കൊല ചെയ്തതാണോ എന്ന് സംശയിക്കണം. കൊലയാളിയുടെ പങ്ക് സംശയരഹിതമായി തെളിയിക്കുന്നതിൽ വീരൻ്റെ മൊഴി നിർണായകമാണ്. അങ്ങനെയാണെങ്കിൽ വീരനെ കൊലപ്പെടുത്തിയ ആളും ഇപ്പോൾ നടക്കുന്ന സീരിയൽ കൊലപാതകത്തിലെ പ്രതിയും തമ്മിൽ ബന്ധമുണ്ടാകും. അത് അന്വേഷിക്കേണ്ടതുണ്ട്. അതല്ലാതെ മറ്റൊരു സാധ്യതയും കൂടിയുണ്ട്. വീരൻ പറഞ്ഞ പ്രകാരമാണല്ലോ ഉമ്മച്ചനും വേറെ ചിലർ ഉദ്യോഗസ്ഥന്മാരും കുടുങ്ങാൻ പോകുന്നത്. അപ്പോൾ അവനത് കോടതിയിൽ പറയാതിരിക്കേണ്ടത് അവരുടെ കൂടെ ആവശ്യമല്ലേ? വീരൻ്റെ വീടുള്ള സ്റ്റേഷൻ പരിധിയിലെ സബ് ഇൻസ്പെക്ടർക്ക് ജീവൻ ജോസ് മുഖാന്തരം അതിനെപ്പറ്റിയുള്ള സൂചന നൽകി. സ്വാഭാവികമായി ചീട്ടുകളി സഭകളിൽ തർക്കവും തല്ലും ഒക്കെ ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ കുത്തും കൊലപാതകവും ഒക്കെ ഉണ്ടാകാറുള്ളതാണ്. അങ്ങനെയുള്ള സാധാരണ സംഭവം തന്നെയാണോ ഇത് എന്നന്വേഷിക്കണം എന്നാണ് പറഞ്ഞത്. മുൻവൈരാഗ്യം വെച്ചോ മറ്റെന്തെങ്കിലും വിരോധമുണ്ടായിട്ടോ ചെയ്തതാണോ? അല്ലെങ്കിൽ പിന്നെ ഇത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണോ ചെയ്തത് എന്നുകൂടി അന്വേഷിക്കാനാണ് ആ ഉദ്യോഗസ്ഥനെ ജീവൻ ജോസ് ചുമതലപ്പെടുത്തിയത്. വീരൻ കൂടെയില്ലാത്ത സ്ഥിതിക്ക്
വിശാലമായ കരിങ്കുണ്ട് വനം മുഴുവൻ നമുക്ക് പരിശോധിക്കുവാൻ കഴിയുന്ന കാര്യമാണോ സാർ? പരിശോധിക്കുവാനുള്ള പദ്ധതിയിൽ നിന്നും പിന്മാറണമോ അതോ അതുമായി മുന്നോട്ട് പോകണമോ? ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവൻ ജോസ് പ്രതിബന്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല. പ്രതിബന്ധങ്ങളൊന്നുമില്ലാതെ ഇന്നോളം ഒരു കാര്യവും സക്സസ്ഫുള്ളായി ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രതിബന്ധം. അതിപ്പോൾ ഇങ്ങനെയുണ്ടായി എന്ന് മാത്രം. വീരൻ കൂടെ ഇല്ലെങ്കിൽ തന്നെ എന്താ? അയാൾ പറഞ്ഞ മൊഴി കൃത്യമായി നിന്റെ ടേപ്പിലുണ്ടല്ലോ. അത് ഒന്നുകൂടി കേൾക്കുക. അത് കേൾക്കുമ്പോൾ തന്നെ എവിടെ നിന്ന് തുടങ്ങണമെന്നും എവിടെ അവസാനിപ്പിക്കണം എന്നും ഉള്ള ഒരാശയം നമുക്ക് കിട്ടും. മഹേന്ദ്രന് പിന്നെയും സംശയമാണ്. അത് അയാളുടെ പ്രത്യേകതയുമാണ്. ആ സംശയ സ്വഭാവം പോലും ചില കേസുകൾ തെളിയിക്കുന്നതിൽ ആ സംഘത്തിനെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മഹേന്ദ്രൻ്റെ സംശയത്തെയും എല്ലാവരും കാര്യമായി തന്നെ കണക്കിലെടുക്കും. എപ്പോഴും എന്നതുപോലെ അത് ഇപ്പോഴും അവർ കണക്കിലെടുത്തു. എനിക്ക് സംശയം തോന്നുന്നത് ഇന്നുള്ള റോഡും അന്നുണ്ടായിരുന്ന റോഡും വേറെ വേറെയാണല്ലോ. അതുകൊണ്ട് ഇപ്പോഴുള്ള റോഡിലൂടെ അന്വേഷണം പോയാൽ നമുക്ക് യഥാർത്ഥ സ്ഥലത്തെത്താൻ കഴിയില്ലല്ലോ. വീരൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പഴയ റോഡ് വ്യക്തമായി അവൻ അറിയാമായിരുന്നു. അങ്ങോട്ട് പ്രവേശിക്കുന്ന സ്ഥലവും അറിയാമായിരുന്നു. അതാണ് എന്നെ പിന്നോട്ട് വലിക്കുന്ന ഒരു കാരണം. പരിഹാരമില്ലാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എന്തെങ്കിലും പരിഹാരം നമുക്കുണ്ടാക്കാം. നമ്മൾ തന്നെ ആലോചിച്ചിട്ട് പരിഹാരമുണ്ടാകുന്നില്ലെങ്കിൽ ഇത് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാം. ആ വഴിക്ക് പരിഹാരമുണ്ടാക്കാൻ നോക്കാം. ഒരു പ്രശ്നമാണോ അതിനൊരു പരിഹാരവും ഉണ്ടാകും എന്ന കാര്യം തീർച്ചയാണ്. എന്താണെങ്കിലും ഒരടി പോലും താൻ പിന്നോട്ടില്ല എന്ന കാര്യം ജീവൻ ഉറപ്പിച്ചു. വനപാലകർ ആരെങ്കിലും 10-11 വർഷം മുമ്പ് മുതൽ സേവനം ചെയ്യുന്നവർ ഉണ്ടാവുകയില്ലേ? ട്രാൻസ്ഫർ ഇല്ലാത്ത ഫയർ വാച്ചർ പോസ്റ്റുകളിൽ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ. അവരിൽ ആരെയെങ്കിലും കിട്ടിയാൽ മതി നമുക്ക്. പഴയ വഴി നമുക്ക് കണ്ടെത്താൻ കഴിയും. പിന്നെ വീരൻ്റെ മൊഴി വിശദമായി പഠിച്ചാൽ അതിൽ പറഞ്ഞതുപോലെ എവിടെ നിന്ന് തുടങ്ങണം എന്ന് നമുക്ക് ആശയം കിട്ടും. ഇപ്പോൾ മഹേന്ദ്രൻ്റെ മുഖത്ത് ആശ്വാസമാണ്. താൻ വിഷമമെന്ന് കരുതിയ കാര്യത്തിന് പരിഹാരം കണ്ടുപിടിക്കപ്പെട്ടതിലുള്ള സന്തോഷം. പരിശോധനയ്ക്കുള്ള അനുവാദം അന്ന് തന്നെ മോഹനൻ സാർ വാങ്ങിക്കൊടുത്തു. അതിനുള്ള മെസ്സേജ് സ്ഥലം റേഞ്ചറിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ടാകും. എന്നാലും പിറ്റേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയിലെത്തണമല്ലോ. പ്രത്യേകിച്ചും പഴയ റോഡ് കണ്ടുപിടിക്കണമല്ലോ. ആ കാര്യത്തിനായി റേഞ്ച് ഓഫീസറെ നേരിട്ട് വിളിച്ചു. ജീവൻ ജോസ് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേ റേഞ്ചർ ഇങ്ങോട്ട് പറഞ്ഞു. അന്നുണ്ടായിരുന്ന ഫയർ വാച്ചർ ഈ അടുത്ത ദിവസം വരെ ജോലിക്ക് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അയാൾക്ക് ഒരു പരിക്ക് പറ്റി കിടപ്പിലാണ്. ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞതാണ് ഈ വിവരം. ജോലിക്ക് വരാനായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാലും ഞാൻ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ. എന്നിട്ട് ഞാൻ രാവിലെ അങ്ങോട്ട് വിളിക്കാം. ഒരു തടസ്സം നീങ്ങിയപ്പോൾ അടുത്ത തടസ്സമാണല്ലോ. ഇത് നല്ലൊരു സൂചനയാണ്. നമ്മുടെ നീക്കം നല്ല ഫലത്തിലേക്കാണെന്നുള്ളതിൻ്റെ സൂചന. അന്നത്തെ ദിവസവും കഴിഞ്ഞു. പിറ്റേ ദിവസം സംഘത്തിലെ അംഗങ്ങൾ പുറപ്പെടാൻ തയ്യാറായി. എന്നിട്ടും റേഞ്ചറിൽ നിന്നും അനുകൂലമായ ആ വാർത്ത വന്നില്ല. ഇനിയിപ്പോൾ എന്തു ചെയ്യും? അതുവരെ അനുകൂലമായ മറുപടി വന്നില്ല എന്നതുകൊണ്ട് ആലോചിച്ച പദ്ധതി മാറ്റിവെക്കാൻ ജീവൻ തയ്യാറായിരുന്നില്ല. വരുന്നത് വരട്ടെ, കഴിയുന്നത് പോലെ അന്വേഷണം നടത്തണമെന്ന് എല്ലാവരോടും പറഞ്ഞു. അതിനുശേഷം ജീവൻ ജോസ് പോയി ആദ്യം വണ്ടിയിൽ കയറി. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് റേഞ്ചറിൽ നിന്നുള്ള ഫോൺ കോൾ വന്നു. അതിരാവിലെ വിളിക്കാൻ കഴിഞ്ഞില്ല സാർ, ക്ഷമിക്കണം. ഇന്നലെ വിളിച്ചിട്ട് ആളിനെ കിട്ടിയില്ല. രാവിലെ ഞാൻ ഒരാളെ പറഞ്ഞു വിട്ടു. നേരിട്ട് കാര്യം പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോന്നു.
ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നയാൾ ഓഫീസിൽ തന്നെ ഉണ്ട്. പറയാനുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ട് പറയാം. ജീവൻ ആ കാര്യം സംഘത്തിലെ എല്ലാവരോടും പറഞ്ഞു. 2 വാഹനത്തിലായിട്ടാണ് അവർ പുറപ്പെട്ടത്. ജീവൻ ജോസും രഞ്ജിത്തും മുന്നിലെ വണ്ടിയിലും മഹേന്ദ്രനും ജോസ് മാത്യുവും സഹായിയായി വരാമെന്ന് പറഞ്ഞയാളും പിന്നിലെ വണ്ടിയിലുമാണ് ഉണ്ടായിരുന്നത്. കരിങ്കുണ്ട് റേഞ്ച് ഓഫീസിൽ അവർ എത്തുന്നതും കാത്ത് വനപാലകർ നിന്നിരുന്നു. റേഞ്ചറുടെ ഓഫീസിൽ കയറുക പോലും ചെയ്യാതെ അവർക്ക് വേണമെങ്കിൽ വനത്തിലേക്ക് പോകാൻ കഴിയുമായിരുന്നു. പോലീസ് ജീപ്പ് നിർത്തിയപ്പോഴേക്കും റേഞ്ചർ ധനപാലൻ അവിടേക്ക് വന്നു. ഏതായാലും റേഞ്ചിൽ വന്നതല്ലേ, ആമുഖമായി അദ്ദേഹത്തിനോട് ഇത്രയും മാത്രം ജീവൻ ജോസ് പറഞ്ഞു. ഇപ്പോഴത്തെ റോഡ് വരുന്നതിന് മുൻപ് വനത്തിലൂടെ ഉണ്ടായിരുന്ന റോഡാണ് ഞങ്ങൾക്ക് കാണേണ്ടത്. ഈ വഴിയിലൂടെ അല്പം മുൻപോട്ട് പോയാൽ പഴയ റോഡിലേക്ക് തിരിയാം. നമ്മുടെ വണ്ടിയിൽ പോയാൽ മതിയാകും. വനയാത്രയ്ക്ക് പറ്റിയത് ഞങ്ങളുടെ വാഹനമായിരിക്കും. ആ നിർദ്ദേശം ജീവനും സ്വീകാര്യമായി തോന്നി. അതുകൊണ്ട് അവർ വന്ന വാഹനം റേഞ്ച് ഓഫീസിലേക്ക് കയറ്റിയിട്ടു. എന്നിട്ട് ഫോറസ്റ്റുകാരുടെ വണ്ടിയിൽ കയറി. ഫയർ വാച്ചർ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് സൂചിപ്പിച്ച സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വണ്ടി നിർത്തി. എല്ലാവരും പുറത്തിറങ്ങി. പരിസരം ഒന്ന് വീക്ഷിച്ച ജീവന് ആ ഘോരവനം കണ്ടിട്ട് ചെറിയ തോതിൽ നടുക്കമുണ്ടായോ എന്ന് സംശയം. ഈ വനത്തിൽ എവിടെ നിന്ന് അന്വേഷിച്ച് ഉദ്ദേശിച്ച സംഗതി കണ്ടുപിടിക്കാനാണ്? ഇത്രയും അടഞ്ഞ വനമായിരിക്കുമെന്ന് കരുതിയിട്ടേയില്ല. ഏതാണെങ്കിലും വന്ന സ്ഥിതിക്ക് പിന്മാറാൻ കഴിയുകയുമില്ല. മറ്റുള്ളവരെല്ലാവരും അപ്പോഴേക്കും മുന്നോട്ട് നടന്നിരുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോടൊപ്പം വിശദമായി മുക്കും മൂലയും പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് 1 മണിക്കൂറോളം നേരം നടന്നു. എന്നിട്ടും ഒരു അസ്ഥി പോലും കിട്ടിയില്ല. ഈ വരവും പരിശോധനയും വെറുതെയാകുമോ? എത്ര പേർ അങ്ങനെ പറഞ്ഞു? അവരുടെ വാക്കുകളായിരിക്കുമോ ശരിയാവുക? പരിശോധനയ്ക്ക് വല്ല ഫലവും ഉണ്ടാകുമോ എന്നത് നമുക്ക് അടുത്ത ഭാഗത്ത് അറിയാം കേട്ടോ. പരമാവധി ഭംഗിയായി ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാലും ചിലപ്പോൾ കുറവുകൾ കാണും. നിങ്ങളത് ക്ഷമിക്കുമെന്ന് ഞാനങ്ങ് കരുതുന്നു. കുറവുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ കമൻറ്റിലൊന്ന് കുറിച്ചിട്ടേക്കണേ. നിങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങളും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ലൈക്കും ഷെയറുമൊക്കെ ചെയ്ത് എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.